സാർ നമസ്കാരം. നമസ്കാരം. പുതിയ മുഖ്യമന്ത്രിയായി ശ്രീ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിന്റെ 16ാമത് മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ നിരവധി വിസ്മയങ്ങളാണ് ഉണ്ടായത്. പുതിയ തീരുമാനങ്ങളുടെ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ജനഹിതങ്ങളായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം എന്നുള്ള സന്ദേശം അദ്ദേഹം ആദ്യ ദിവസങ്ങളിലേ കൊടുത്തിരിക്കുന്നു. എന്നാൽ പുത്തരിയിൽ കല്ല് കടിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളും ഇതിനിടയിൽ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്താതെ പോകുന്നത് ആശാസ്യകരമല്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ടൈസൺ മാസ്റ്ററുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ടൈസൺ മാസ്റ്ററുടെ പ്രചരണത്തിന്റെ ഒടുവിൽ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുകയും ചെയ്ത കേരളത്തിൽ അടുത്ത കാലത്തിൽ വലിയ വിവാദങ്ങൾ, കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണക്കാരിയായി എന്ന് ജനം ചൂണ്ടിക്കാണിച്ച റിനി ആൻഡ് ജോർജ് എന്ന ഒരു നടിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് ബഹുമാനായ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് അന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ Z+ കാറ്റഗറിയിലുള്ള പ്രൊട്ടക്ഷൻ ഉള്ള ആളുകൾ ആ വേദിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർ അവിടെ എത്തുകയും സെൽഫി എടുക്കാൻ രേവണ്ണ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയത് ആരാണ്? വി.ഡി. സതീശന്റെ മാനസപുത്രി എന്നുള്ള ലേബൽ ഉപയോഗിച്ച് പലയിടങ്ങളിലും പലപ്പോഴായി പല പോസ്റ്റുകൾ ഇവർ ഇട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA-ക്കെതിരെ ലൈംഗിക ആരോപണ പീഡന കഥകൾ ഇവർ നിരന്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് രാഹുലിൽ നിന്നും ഒരു പീഡന കഥ ഉണ്ടായിട്ടില്ല എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ശ്രീപത്മനാഭന്റെ നാട് എന്റെ ശ്രീപത്മനാഭൻ ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത അടുത്ത ദിവസം തന്നെ അവരൊരു FB കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ശ്രീപത്മനാഭന്റെ നാടായ തിരുവനന്തപുരം ഭരിക്കാൻ വി.ഡി. സതീശൻ എന്റെ പത്മനാഭൻ എത്തും എന്ന് പറയുമ്പോൾ എന്റെ പത്മനാഭനെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാതെ തൊട്ടെതിർ സ്ഥാനാർത്ഥിക്ക് തന്റെ രാഷ്ട്രീയം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം നിന്ന് പരസ്യമായി പ്രചരണ രംഗത്ത് ഇറങ്ങിയ ഒരു സ്ത്രീയെ വളരെ ബോധപൂർവം തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടത്തിവിട്ടത് എന്ന് വേണം പറയാൻ. അതായത് പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. Z+ കാറ്റഗറിയിലുള്ള പ്രൊട്ടക്ഷനുള്ള പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം വേദിയിലേക്ക് ഇരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക പോലുമല്ലാത്ത ഇവർ എങ്ങനെയാണ് വേദിയിലെത്തിയത്? നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന വി.ഡി. സതീശന്റെ മകൾ പോലും സദസ്സിലിരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീ വേദിയിലേക്ക് എത്തിയത്? ഇത് ഇവർക്കെതിരെ പ്രോട്ടോകോൾ ലംഘനത്തിനെതിരെ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല കേസെടുക്കുകയാണെങ്കിൽ വി.ഡി. സതീശന്റെ മാനസപുത്രിക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും തമ്മിൽ തെറ്റിക്കുന്നതിനും കോൺഗ്രസ് മന്ത്രിസഭ താഴെ വീഴ്ത്തുന്നതിനു വേണ്ടി പലപ്പോഴായി കോൺഗ്രസിനെതിരെ സ്ത്രീകളെ ഇറക്കി കളിച്ചിട്ടുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM-ന്റെയും ഗൂഢതന്ത്രമാണോ ഇവരെ ഇറക്കി കളിച്ചതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ എമ്പാടും ആളുകൾ മാധ്യമങ്ങളിൽ വന്ന് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കേസുകൾ കൃത്യമായി സമൂഹത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സോളാർ സരിത ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇത്തരം ദുരൂഹമായ ഇടപെടലുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എന്താണ് സാറിന്റെ അഭിപ്രായം? അതായത് ഒരു കാലഘട്ടത്തിൽ കേരളത്തെ മുഴുവൻ ഇളക്കിമറിച്ച ഒരു സംഭവമായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ സരിതാ നായരുടെ വെളിപ്പെടുത്തലുകൾ. നമ്മളത് സാധാരണക്കാർ പോലും വിശ്വസിച്ചു പോകുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ചാനലുകളെല്ലാം സോഷ്യൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്തത്. അതിൽ തെറ്റിദ്ധരിച്ച ലക്ഷക്കണക്കിന് ആളുകൾ, കൂടെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സ്നേഹിച്ചിരുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ വെറുത്തുകൊണ്ട് മറിച്ച് വോട്ട് ചെയ്തു. അങ്ങനെയാണ് 2016 പിണറായി വിജയൻ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. അങ്ങനെയുള്ള അനുഭവമുള്ള കേരളത്തിൽ ഇപ്പോൾ ഒരു റിനി ആർ ജോർജ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം കുറച്ചു കാലമായി കടന്ന് അഭ്യാസങ്ങൾ കാണിക്കുകയാണ്. അവരോട് വ്യക്തിപരമായി നമുക്ക് ആരോടും വിരോധമില്ല, അവരെ സ്ത്രീത്വത്തെ അപമാനിക്കാനും നമുക്ക് താല്പര്യമില്ല. പകരം അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാനും വയ്യ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പറവൂരിൽ അവിടുത്തെ MLA ആയ അല്ലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പറവൂരിൽ LDF-ന് വേണ്ടി പ്രചരണം നടത്തുന്ന വീഡിയോയാണ് റിനി ആർജിന്റെ പുറത്തു വന്നിട്ടുള്ളത്. അത് ക്രൈമിനാണ് ആദ്യം പുറത്ത് കിട്ടിയിട്ടുള്ളത്. അതൊന്നും കൂടി നമുക്ക് കാണാം. കണ്ടല്ലോ, ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അവര് ടൈസൺ മാഷ്ക്ക് CPI സ്ഥാനാർത്ഥി ടൈസൺ മാഷ്ക്ക് വേണ്ടി കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്ത് ഡാൻസ് കളിക്കുന്ന രംഗങ്ങളാണ് പകർത്തിയത്. മണി എന്ന് പറയുന്ന പറവൂരിലെ ഒരു വോട്ടറാണ് അത് പകർത്തിയത് എനിക്ക് അയച്ചു തന്നത്. അത് ഞാൻ പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് പലർക്കും അയച്ചു കൊടുത്തു. ഷാജൻ സ്കറിക്ക് അടക്കം കിട്ടും. അദ്ദേഹം ഭംഗിയായിട്ട് അദ്ദേഹം അവതരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ ആംഗിൾ വളരെ കൃത്യമാണ്.
കാരണം റിനി ആർ ജോർജ് പിന്നീട് റേവന്ത് റെഡ്ഡിയെ അടക്കം സ്റ്റേജിൽ കയറി കണ്ട് ഫോട്ടോ എടുത്തു. അതെങ്ങനെ കഴിഞ്ഞു? പ്രോട്ടോകോൾ പ്രകാരം അങ്ങോട്ട് കയറാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് റിനി ആർ ജോർജിന് കയറാനുള്ള എന്ത് സാവകാശമാണ് കിട്ടിയത്? അപ്പൊ അതിന്റെ പിന്നിൽ ഒരു ദുരൂഹതയുണ്ട്. അതായത് ദുരൂഹത എന്ന് പറയുന്നത് വി ഡി സതീശനെ വെടക്കാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കി കൊണ്ടുവരിക. നേരത്തെ അദ്ദേഹം ഈ റിനി ആർ ജോർജിന്റെ റഫറൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുന്ന കാര്യത്തിൽ ന്യായീകരണം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള റിനി ആർ ജോർജ് നമുക്കറിയാം രാത്രി കാലങ്ങളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വാട്സപ്പ് ചാറ്റ് നടത്തിയിരുന്നു എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പത്രസമ്മേളനം നടത്തി വെല്ലുവിളിച്ചിട്ടും ഈ പറയുന്ന റിനി ആർ ജോർജ് ഒന്നും മിണ്ടിയിരുന്നില്ല. ഇപ്പോൾ കത്തിപ്പടരുന്ന സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കഥാപാത്രം സ്റ്റേജിൽ കയറുകയും എല്ലാ പ്രൊട്ടക്ഷനും ഒഴിവാക്കിക്കൊണ്ട് കൂളായി സ്റ്റേജിൽ കയറുകയും രേവന്ത് റെഡ്ഡിയോടൊപ്പമുള്ള ഫോട്ടോ എടുക്കുകയും അത് പബ്ലിഷ് ചെയ്യും, അത് സോഷ്യൽ മീഡിയ വഴി പ്രചരണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുമ്പ് സരിതാ നായർ എങ്ങനെയാണോ നമ്മുടെ ഉമ്മൻചാണ്ടിയെ തകർത്തത്, നാളെ ഇവർ അങ്ങനെ ഒരു കഥാപാത്രമായി മാറുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ മുൻകൂട്ടി കാണേണ്ട അവസ്ഥയുണ്ട്. കാരണം ഒരു ഉമ്മൻചാണ്ടിയെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പെൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച് പല തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ അവർ സ്ഥായിയായിട്ട് UDF-നോടൊപ്പം വി.ഡി. സതീശനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരാളായി നമുക്ക് തോന്നണം. കാരണം അവര് ഇലക്ഷന്റെ പൊട്ടിക്കലാശത്തിന്റെ ദിവസം കൃത്യമായി LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അതിൽ പങ്കാളിയായിക്കൊണ്ട് ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞതിനർത്ഥം അവർ ഏത് സമയത്തും ഒരു കാരണം കണ്ടെത്തി ആരോപണങ്ങൾ ഉന്നയിക്കാം. സത്യമാകണമെന്നില്ല, അത് വ്യാജമായിരിക്കാം, ആർക്കെങ്കിലും വേണ്ടിയിട്ടുള്ള സത്യമായിരിക്കാം, അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ പേരിലായിരിക്കാം. പ്രത്യേകിച്ചും അവർ വൈരാഗ്യത്തിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഫൈറ്റ് ചെയ്തത് എന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട്. അവർക്ക് വൈരാഗ്യ ബുദ്ധി വന്നാൽ വേണ്ടത്ര രൂപത്തിൽ മന്ത്രിസഭ നടക്കുമ്പോഴോ അല്ലാതെയോ ഗൗരവമുള്ള സ്ഥലത്തേക്ക് റിനി ആർ ജോർജ് കയറി വന്നാൽ ഇപ്പോൾ പറ്റില്ല എന്ന് അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ വൈരാഗ്യം കാണിച്ച് വി.ഡി. സതീശനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ അവർ ഉന്നയിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഏറ്റവും സാർ ഇപ്പൊ പറഞ്ഞത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം KB ഗണേഷ് കുമാർ എന്ന മുൻ ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിലുണ്ടായ വിഷയങ്ങളാണ് ഉമ്മൻചാണ്ടിയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി മുൻ മന്ത്രി KB ഗണേഷ് കുമാറും പിണറായി വിജയനും സോളാർ സരിതയും തമ്മിൽ എടുത്ത ചില ഗൂഢ ആലോചനയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അന്ന് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് ഇറങ്ങേണ്ടി വന്നത്. ഉമ്മൻചാണ്ടിയെ വളരെ ജനകീയനായ, എത്രത്തോളം സദാചാര വിശുദ്ധനായ ഒരു നേതാവിന് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ജനമധ്യത്തിൽ തേജോവധം ചെയ്തത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ചെറുപ്പക്കാരനായ വി.ഡി. സതീശനുമായി ചേർത്ത് ഇപ്പോൾ തന്നെ റിനി ആൻ ജോർജിനെ കുറിച്ച് പല കഥകളും പല കോണുകളിൽ നിന്ന് പറയുന്നു. വി.ഡി. സതീശൻ എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയാം. പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലും തേജോവധം ചെയ്യത്തക്ക രീതിയിലുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഈ സോളാർ സരിത എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ഒരുങ്ങി വന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പാതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ചില ആളുകളുടെ അവതാരങ്ങളുടെ കടന്നു കയറ്റം എന്നാണ് കഴിഞ്ഞ ദിവസം ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ കോൺഗ്രസിനെ തകർക്കുവാൻ വേണ്ടി വളരെ ആസൂത്രിതമായ ഒരു നീക്കം, പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്ന രീതിയിൽ ഇവിടെ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ള ആക്ഷേപങ്ങളാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വളരെ അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിരുന്ന റിനി ആർ ജോർജ് ആണ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് അടക്കം അദ്ദേഹത്തിനെതിരെ പല കേസുകളും എടുക്കുന്നതിന് ആസ്പദമായ കാര്യങ്ങളടക്കം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്, തുടക്കമിട്ടിട്ടുള്ളത് നമുക്കറിയാം. എന്നാൽ അവർക്ക് യാതൊരു അങ്ങനെ ഒരു അനുഭവവും ഇല്ല. അപ്പം അവര് എന്നാൽ ആ സമയത്തൊക്കെ അർദ്ധരാത്രിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് മെസ്സേജുകൾ അയച്ചിരുന്നു എന്നുള്ള കാര്യം ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞപ്പോൾ അവർ ഇതുവരെ മിണ്ടിയിട്ടില്ല. അപ്പൊ അവര് വൈരാഗ്യ ബുദ്ധിയോടെ താൻ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനോട് വേറെ ആളുകൾക്കും ബന്ധമുണ്ട്, അതുകൊണ്ട് അതിന്റെ വൈരാഗ്യമാണ് അവർ കാണിച്ചത്. എന്നിട്ട് കരുവാക്കിയതോ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനെയാണ്. അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വി.ഡി. സതീശനുണ്ടായിട്ടുള്ളത്. ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരാള്, ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തിന് സുരക്ഷയുണ്ട്. ആ സുരക്ഷാ വീഴ്ചകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടാണ്
റിനി ആർ ജോർജ് ഇപ്പോൾ കടന്നു കയറിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സാർ, ഈ സെൽഫികളും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം ഉണ്ടായിരിക്കുന്നത്. കടപ്പളാമറ്റത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ സരിത നായരെ ഉമ്മൻചാണ്ടിയുടെ തൊട്ടുപുറകിൽ നിൽക്കുന്ന ഒരു പടം ആണ് ആദ്യം പുറത്തു വന്നത്. ഉമ്മൻചാണ്ടിയും ഈ സരിത നായരും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷം പ്രചരിപ്പിച്ചൊരു പടം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വിവാദ നായിക വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് കേക്ക് മുറിക്കുന്ന അവരുടെ പിറന്നാളിന് അതുപോലെ പല നേതാക്കളും ഒരുമിച്ചിട്ടുള്ള പടങ്ങൾ പുറത്തുവിടുന്നു. എനിക്ക് കോൺഗ്രസിലെ വലിയ നേതാക്കന്മാരുമായി ബന്ധമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി എന്താ അറിയില്ല. പക്ഷെ അവർ പരസ്യമായി വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ എതിരെ പ്രവർത്തിച്ച ഒരു ആളാണെന്നുള്ളത് നമുക്ക് കൃത്യമായ തെളിവുകൾ സാറിനാണ് ആദ്യം കിട്ടിയത്. ക്രൈമാണത് പിന്നീടാണ് പുറത്തുവിട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇരിക്കുമ്പോൾ ഭരണത്തിലിരിക്കുന്ന വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസ്സുകാരും കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതാണ്. ഇവർക്കെതിരെ പ്രോട്ടോകോൾ ലംഘനത്തിന് രമേശ് ചെന്നിത്തല ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ കേസെടുക്കുകയാണെങ്കിൽ വി.ഡി. സതീശന്റെ മാനസപുത്രി എന്ന രീതിയിൽ ഇവർക്കെതിരെ ഒരു അത്തരം നടപടികൾ എടുക്കുമ്പോൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ തെറ്റാനുള്ള ഒരു കാര്യം മനഃപൂർവ്വം അവർ ഒരുക്കുന്ന തരത്തിലേക്കാണ് ഇത്തരം ഒരു കെണി ഒരുക്കിയത് എന്ന് ചില കോണിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതേക്കുറിച്ച് എന്താണ് സാർ പറയുന്നത്? അതായത് വി.ഡി. സതീശനെ ടാർഗറ്റ് ചെയ്ത് ഭരണപക്ഷത്ത് തന്നെ വലിയ ശത്രുക്കളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് 5 വർഷം പണിയെടുത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാകേണ്ട സമയത്ത് 102 സീറ്റോടുകൂടി ഭൂരിപക്ഷം ഉണ്ടായ സമയത്ത് ആ സ്ഥാനം തട്ടിയെടുക്കാൻ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ നടത്തിയ പ്ലാനും പദ്ധതിയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് കൃത്യമായി ജനങ്ങളുടെ പിന്തുണയുള്ള, കൃത്യമായി UDF-നെ അധികാരത്തിലെത്തിക്കാൻ അഹോരാത്രം പണിയെടുത്തിട്ടുള്ള വി.ഡി. സതീശനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം പരാജയപ്പെട്ടു. അതിന്റെ അർത്ഥം അവിടെ അട്ടിമറി അവസാനിക്കുന്നു എന്നുള്ളതല്ല. ഏത് സമയത്തും വി.ഡി. സതീശനെതിരെ ഒരു അട്ടിമറി നമ്മൾക്ക് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകാം. ആസൂത്രിതമായി അത്ര നീക്കങ്ങൾ നടക്കും. അത് പഴയകാല ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോരുത്തരെ അട്ടിമറിക്കാൻ വേണ്ടി പല കഥകളും കൊണ്ടാണ് കഥ നമുക്കറിയാം. എന്തിന് നമ്മുടെ കെ കരുണാകരനെ രാജിവെപ്പിച്ച ചാരക്കേസ്, അത് യഥാർത്ഥത്തിൽ ചാരക്കേസ് ആയിരുന്നില്ല, വെറും തട്ടിപ്പായിരുന്നു. മറിയം റഷീദയെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിയതും ദേശാഭിമാനിയും കൂടി ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു. അതിന്റെ പേരിൽ കരുണാകരന്റെ മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചില്ലേ? ഇതേപോലെയുള്ള സംഭവങ്ങൾ മുന്നിൽ വരുമ്പോൾ ധാർമ്മികമായിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെപ്പിക്കുക എന്നുള്ള തന്ത്രം പ്രയോഗിക്കാൻ ധാരാളം സാധ്യതകളുണ്ട്. അപ്പൊ അത്ര സാഹചര്യം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തായാലും റിനി ആർ ജോർജ് ഒരു ക്യാരക്ടറുള്ള ലേഡി അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാം. അത് അവർ ചെയ്ത പോസ്റ്റ് പ്രകാരം ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച MLA എന്നാണ് പറഞ്ഞത്. അതേ അവര് തന്നെ ടൈസൺ മാസ്റ്റർ പ്രവർത്തിക്കുന്ന വീഡിയോ ആണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അവരുടെ സ്വഭാവ വൈജാത്യം മനസ്സിലാക്കാൻ പറ്റും. ഏത് സമയത്ത് ആരോടും തെറ്റിയിട്ട് വൈരാഗ്യം പ്രവർത്തിക്കുന്ന ഒരു മനസ്സുള്ള ഒരു ലേഡിയാണ് ഈ റിനി ആർ ജോർജ് എന്ന് അവരുടെ രാഹുൽ മാങ്കൂട്ടത്തുമായിട്ടുള്ള ഫൈറ്റിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സാർ, ഒന്നുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ റിനി ആൻ ജോർജ് പറവൂരിലെ ഒരു ഇടതുപക്ഷത്തിന്റെ പൊതുവേദിയിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് വളരെ വിവാദമായ ഒരു ചടങ്ങിന് തന്നെയായിരുന്നു. കാരണം വൈപ്പിനിലെ ഒരു MLA-യും ഒരു CPM-ന്റെ വനിതാ നേതാവും തമ്മിൽ അവിശുദ്ധമായൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് പുറത്തു വന്ന ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു, അതിനെ അപലപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് KK ശൈലജ ടീച്ചറിന്റെ നേതൃത്വത്തിൽ പറവൂർ ഒരു യോഗം ചേരുകയും ആ യോഗത്തിലാണ് റിനി ആൻ ജോർജ് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീത്വത്തിനെതിരെ ഇത്തരത്തിലുള്ള അപമാനകരങ്ങളായ പ്രശ്നങ്ങൾ നടക്കാൻ പാടില്ല, അതിനെതിരെ ഞാനും കൂടി അണിചേരുന്നു എന്ന് പറഞ്ഞിട്ട് അത്തരം ഒരു യോഗത്തിലാണ് ഇവർ ആദ്യം തന്നെ ചേർന്നത്. പിന്നീട് രാഷ്ട്രീയ സാഹചര്യം മാറുന്നതനുസരിച്ച് ഇവർ അപ്പപ്പോൾ ഓരോ പോസ്റ്റുകളിലൂടെ തന്റെ നിലപാടുകൾ മാറ്റുന്നതും കേരളം കണ്ടതാണ്. ഇപ്പോൾ അവസാനം എൻ്റെ ശ്രീപത്മനാഭന്റെ നാട്, എൻ്റെ ശ്രീപത്മനാഭൻ ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും അത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും കോൺഗ്രസിനും എതിരെ ഉരുത്തിരിയുന്ന ഒരു ആയുധമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ധരിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റൂ. റിനി ആർ ജോർജിനെ വി.ഡി. സതീശൻ സ്വന്തം മകളെ പോലെയാണ് കരുതുന്നത് എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ റിനി ആർ ജോർജ് അങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഓരോ നടപടികളിൽ നിന്നും മനസ്സിലാകേണ്ടത്. അവിടെ പറവൂരിൽ ഒരു വനിതാ നേതാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായതിലൊക്കെ തന്നെ അവർ കാണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിൽ നിന്ന് തന്നെ
നമുക്ക് മനസ്സിലാക്കാം. നാളെ ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നപ്പോൾ അവർ കാണിച്ചുള്ള നിലപാട്, സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അവർ തന്നെയായിരുന്നു യഥാർത്ഥ കുറ്റവാളി എന്ന് കൃത്യമായി ശ്രീനാദേവി കുഞ്ഞമ്മ വളരെ തെളിവോടുകൂടി വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. ഇതുവരെ വേണ്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാള് വൈരാഗ്യ ബുദ്ധിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ പറയുന്ന റെനി ആർ ജോർജ് എന്ന കഥാപാത്രം. വി ഡി സതീശൻ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന് ഒരു പോറൽ പോലും മേൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരുടെ അഭ്യർത്ഥനയും ചിലപ്പോൾ അവരുടെ പ്രാർത്ഥനയും അദ്ദേഹത്തിനുണ്ട്. എന്നിരുന്നാലും ഒരു ചെറിയ ഇത് മതി, അശ്രദ്ധ മതി. ഇത്തരത്തിലുള്ള കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പ്ലാനോടുകൂടി വരുന്ന ആളുകൾ ലക്ഷ്യത്തിലെത്താനും അതുവഴി സാഹചര്യത്തിന്റെ ഒരു ഇത് കണ്ട് ആൾക്കാരെ മുന്നിൽ തെറ്റായ പ്രചരണം നടത്താനും അതുവഴി ഇമേജ് തകർക്കാനും അത് ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.